വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മണ്ണിടിച്ചിലുണ്ടായതിന് മുകളിലായി ചെറിയ രീതിയിൽ ഉരുൾപൊട്ടിയെന്നാണ് പ്രാഥമിക വിവരം. ഇത് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കി. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചേർന്ന മന്ത്രിസഭായോഗം ദുരന്തത്തിന്റെ പശ്ചാത്തലവും രക്ഷാപ്രവർത്തനങ്ങളും വിശദമായി വിലയിരുത്തി. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് മുകളിലായി ചെറിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇക്കാര്യവും അന്വേഷണത്തിന്റെ ഭാഗമാകും. മണ്ണ് സമയബന്ധിതമായി മാറ്റാത്തതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ പൂർണ്ണമായി ഏറ്റെടുക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. തുരങ്കപാതയുടെ നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചുവെന്നും അന്വേഷണവും പഠനവും പൂർത്തിയാക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതോടൊപ്പം PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.